ഹലോ, എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക അവരുടെ പരസ്പരം നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ 10-20 ദിവസത്തോളമായി അവരുടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അന്ത്യമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും നിർത്തുന്നില്ല. ആരെങ്കിലും ഒരു സമാധാനത്തിൽ ചർച്ച ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം കിട്ടുകയുള്ളൂ. പക്ഷേ ആരും തന്നെ ഇതിന് മുന്നിട്ട് ഇറങ്ങുന്നില്ല. അമേരിക്ക ഇറാനെ തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ മിസൈലുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇറാനും ഒരു വട്ടം വീഴ്ചയില്ലാതെ തിരിച്ചും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തത്തിൽ ബാധിക്കുകയാണ് പ്രശ്നങ്ങൾ. സൗദി ആയാലും ഖത്തറായാലും അതുപോലെ തന്നെ UAE ഒരുപാട് രാജ്യങ്ങൾ ഇത് മുഖേന ബാധിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളും ഒരുപാട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറ്റമുണ്ടാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സമാധാനത്തിൽ നിന്ന് ചർച്ച ചെയ്യണം. അമേരിക്ക എല്ലാ രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് സമാധാനത്തിന് വേണ്ടി ചർച്ച ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതിപ്പോൾ അമേരിക്കയുടെ നേരെ ഉള്ളൊരു പ്രശ്നമായതുകൊണ്ട് അവരും ചർച്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് ട്രംപ് അടിക്കടി ഓരോരോ ട്വീറ്റ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാനാണെന്നുണ്ടെങ്കിൽ അവരുടെ നേതാവിനെ വധിച്ചതിനും അതുപോലെ അവരുടെ നേതൃസ്ഥാനത്തിലുള്ള ആളുകൾ വധിച്ചതുകൊണ്ടും ഇവരല്പം പോലും വിട്ടുപിടിച്ചല്ലാതെ അവരും തിരിച്ച് വധിക്കും അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവരും നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഒന്നാമത് ബാധിക്കുന്നത് ഇന്ത്യയെ ബാധിക്കുന്നത് ഇപ്പോൾ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ തികയുന്നില്ല. കടകളിലും അതുപോലെ തന്നെ വീടുകളിലും ഒന്നും സിലിണ്ടർ തികയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചില കടകളൊക്കെ ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയായി. വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കിട്ടാൻ മാർഗ്ഗമില്ല. ഓർഡർ ചെയ്താൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതേ അവസ്ഥ തുടർന്നാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ തീരെ കിട്ടാതായാൽ വളരെ ബുദ്ധിമുട്ടാകും. കാരണം ജനസംഖ്യ അത്രയും കൂടുതലുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇറാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഹോർമുസ് കടലിലേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുവഴി വരുന്ന ഇതെല്ലാം ചരക്കുകളെല്ലാം ഇപ്പോൾ താൽക്കാലികമായി വരുന്നില്ല, സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ജനങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഇസ്രായേൽ, അമേരിക്ക ഒരിടം വീഴ്ചയില്ലാതെ അവർക്ക് ഇറാനുമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടണം. അവരെന്തൊക്കെ പദ്ധതികൾ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്ത് പദ്ധതിയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ പദ്ധതിയുമായിട്ട് ഇറാൻ സഹകരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ. പക്ഷേ ഇറാൻ ആ കരാറുമായി ഒരിക്കലും യോജിക്കുന്നില്ല. അവർക്ക് പറ്റാത്ത കരാറാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്നത്തെ രാവിലത്തെ ന്യൂസിൽ നോക്കിയാൽ പോലും വളരെ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാൻ ആക്രമിച്ച് അതിന് ബദലായിട്ട് ഇറാൻ അവരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 19-20 ദിവസത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട് പലതരത്തിലുള്ള മിസൈലുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്ന പല ഓൾഡ് സ്റ്റോക്ക് മിസൈലുകളൊക്കെ അവസാനിപ്പിച്ച് പുതിയതായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരും അതുപോലെ തന്നെ ഓരോ വെറൈറ്റികളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ തുടർന്നാൽ ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ ഇരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ അവരുടെ ഓരോ ഷോപ്പുകൾ മേടിച്ചും ഒക്കെ ആയിട്ട് ഇപ്പോൾ ക്ലോസ് ചെയ്ത് ജനങ്ങൾ ഓരോരോ സ്ഥലങ്ങളിലിരിക്കുകയാണ്. ചില ഖത്തറിലൊക്കെ അലാറം അടിക്കാറുണ്ട് മൊബൈലിലൂടെ എന്നാണ് പറയുന്നത്. എല്ലാവരും ജാഗ്രതയായിരിക്കണം. വളരെ ബോംബ് ഇട്ടിട്ടുണ്ട്, മിസൈൽ വർഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സൗദിയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ റിയാദിലാണ് അവർ മെയിൻ കേന്ദ്രമാക്കി ബോംബ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിദ്ദയിലൊന്നും ഇതുവരെയായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു. ജിദ്ദ, മക്ക, മദീന ആ ഭാഗത്തേക്കൊന്നും ഇതുവരെയായിട്ട് ആ പ്രശ്നം വന്നിട്ടില്ല. ജിദ്ദയിൽ മെയിൻ റിയാദ് ആ ഭാഗത്ത് കൂടെയൊക്കെയാണ് അവർ മിസൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.